അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്? അവർ സ്റ്റോറി. യെസ്, ആയിക്കോട്ടെ. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും വലിയൊരു സ്റ്റാർ ആണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ബിക്കോസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ലൈക്ക് ഓൺലൈൻ മീഡിയാസിലൊക്കെ ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇന്ന നടി വെള്ളം കുടിച്ചപ്പോൾ നാക്കിന്റെ കളർ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാൻ പുള്ളിക്കാരൻ്റെ ലൈഫിൽ ഡിക്റ്റേറ്റീവ് അല്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അല്ലാതെ ഇയാളുടെ മുറിവിൽ ആസിഡ് കോരി കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ മുറിവുകളിൽ മരുന്നാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ തന്നെ വേണം. അപ്പൊ എനിക്ക് പറയാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കല്യാണം കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ നമുക്ക് പരസ്പരം മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ പിരിഞ്ഞിട്ടുമുണ്ട്. ഭാര്യ ഡൈവോഴ്സ് ചെയ്തില്ലേ സാർ? ടൈം കിടക്കലേ, അതൊരു സോക കഥ. ഞാൻ വേറൊരു ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു കുഞ്ഞു ഉണ്ടെന്നൊക്കെ. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ ഉടനെ തുടങ്ങും. മേട്ടുക്കുളത്തുനിന്ന് ബൈസൺ വാലിയിലേക്ക് ലെഫ്റ്റും റൈറ്റും. കാരണം എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം അങ്ങനെയായിരുന്നു, അവര് കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ എന്നുള്ളത്. അപ്പോഴും ഞാൻ എന്തായിരുന്നാലും സത്യമല്ലേ പറയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു കുഞ്ഞു ഉണ്ടെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. നീ നിനക്കിഷ്ടമുള്ള ജീവിക്കാറുമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഇത്തിരി ദയുണ്ടായാൽ മതി. അതിന് നീ ഇത്ര ബേജാറാവുന്നതിനെ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, എനിക്ക് കള്ളം പറയായിരുന്നു. കാരണം എനിക്ക് എന്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, കമ്മിറ്റഡ് ആയിട്ടും സിംഗിൾ ആണെന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കില്ലാത്ത പ്രശ്നം വേറൊരു ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടുന്ന ആൾക്കാർക്കും വേണ്ട. എൻ്റെ വീട്ടുകാർക്കോ എനിക്കോ ഞങ്ങൾക്കോ ഇല്ലാത്ത പ്രശ്നം വേറെ ഒരാൾക്ക് വേണ്ട. ഓക്കെ, മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ.